ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇളനീര് കൊണ്ടൊരു ഷേക്കാണ് കേട്ടോ. അപ്പോൾ ഇളനീർ ഷേക്കാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ ഒന്ന് ആക്കി വെച്ചാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കേട്ടോ. നമ്മളങ്ങനെ ഇളനീര് ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇളനീര് പൊളിച്ച് അതിൻ്റെ ഉള്ളിലത്തെ കാമ്പൊക്കെ എടുത്ത് വെള്ളം വേറെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നിലക്കടല കുറച്ച് വേണം. അത് നട്ട്സായിട്ട് ഉപയോഗിക്കാനാണ് നിലക്കടല. പിന്നെ പഞ്ചസാര, മധുരത്തിന് പഞ്ചസാരയും, പിന്നെ നമുക്കൊരു 5 രൂപയുടെ ഒരു ബൂസ്റ്റ് പാക്കറ്റും വേണം കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇളനീരിൻ്റെ കാമ്പ് എടുത്തിട്ട് അത് കുറച്ച് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ വേറൊരു ബൗളിലാക്കി വെക്കണം. അത് നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് വേണ്ടത് പാല് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ. കട്ടുള്ള പാല് വേണം. അപ്പോൾ പിന്നെ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് കടല ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലാതെ പൊടിയല്ലാതെ ഒന്നുകൂടി ജസ്റ്റ് മിക്സിയിലിട്ട് ഒറ്റ ഒരു റൗണ്ട് തിരിച്ച് കഴിഞ്ഞാൽ ഒന്ന് നുറുക്കായിട്ട് കിട്ടും. അതങ്ങനെ എടുക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് ആ ജാറിലോട്ട് തന്നെ ഈ ഇളനീരിൻ്റെ കഴമ്പ് ഇട്ടിട്ട് അതിലോട്ട് തന്നെ നമ്മുടെ ആ ഇളനീരിൻ്റെ വെള്ളം മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ, അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിന് മുന്നേ നമുക്ക് പഞ്ചസാര നമുക്ക് പാകത്തിന് അളവ് നോക്കിയിട്ട് ഇടണേ. ഞങ്ങളിവിടെ 4-5 സ്പൂൺ ഇടുന്നുണ്ട്. നിങ്ങളെ മധുരത്തിന് അനുസരിച്ചിട്ട് ഇടാം. അതിനുശേഷം അത് അടിച്ചതിന് ശേഷം നമ്മൾ അതിലോട്ട് കട്ടയാക്കിയ പാലില്ലേ, അത് അതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒരു വട്ടം കൂടി ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി ഒഴിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ഇളനീർ ജ്യൂസ് ഇവിടെ റെഡിയാണ് കേട്ടോ. ഇനി നമുക്കതിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക മുകളിൽ. അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഈ ഇളനീര് കട്ട് ചെയ്ത് വെച്ച് ചെറിയ ചെറിയ പീസുകളുണ്ടല്ലോ, അത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് വെച്ചിട്ട് ഒരു ടീസ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയത് മിക്സ് ചെയ്യാം കേട്ടോ. അങ്ങനെ അത് അകത്തേക്ക് ഇറങ്ങി പോകുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് വീണ്ടും അതിനെ ഒന്നും കൂടി നമുക്കത് ഡെക്കറേറ്റ് ചെയ്യുന്നത്, നമുക്ക് ബൂസ്റ്റ് പൊടി വാങ്ങിയിട്ടുണ്ടല്ലോ, ആ ബൂസ്റ്റ് പൊടി നമുക്കതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ കുറച്ച് നട്ട്സും കടല പൊടിച്ചിട്ടുണ്ട്, അതും കുറച്ച് നമുക്ക് അതിന് മുകളിൽ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷെയ്ക്ക് റെഡി. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക. മോനൊന്ന് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അവൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. എങ്ങനെയുണ്ട് ജിസാനെ? സൂപ്പർ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.